ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീപ്സ് ലൈഫ് സ്റ്റൈൽ. ഇന്നൊരു സെയിൽസ് വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു സെയിൽസ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മുന്നേ പ്ലാൻസ് വാങ്ങിയവർക്കറിയാം, നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ഓരോ പ്ലാൻസിൻ്റെയും ഒപ്പം അതിൻ്റെ റേറ്റ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ മുകളിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. കോളുകൾ ദയവ് ചെയ്ത് പരമാവധി ഒഴിവാക്കേണ്ടതാണേ. അപ്പോൾ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. DTDC പല സ്ഥലങ്ങളിലും ഹോം ഡെലിവറി കൊടുക്കുകയില്ല. അപ്പോൾ നമ്മൾ പ്ലാൻസ് എത്തിക്കഴിയുമ്പോൾ അവർ നമ്മളെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആന്തൂറിയമാണ്, ഫോളിയേജ് ആന്തൂറിയമാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചത്. സെയിൽ പ്ലാന്റ് ഈ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് 600 റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. 150 രൂപയാണ് ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ്, യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ, 20 റുപ്പീസ്. ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിക്കാനായിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അടുത്തത് പീക്കോക്ക് ജിഞ്ചർ കലാത്തിയാണ്. ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 റുപ്പീസാണേ. നമുക്ക് വീട്ടിൽ കുറച്ച് മതിൽ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ പുറത്തോട്ടിട്ടിട്ട് കുറച്ചധികം ചെളികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഴയൊക്കെ വന്ന് ഇപ്പോൾ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു സിങ്കോണിയമാണ്. ഈ സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് 30 റുപ്പീസാണ് കേട്ടോ. 30 രൂപയാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 30 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അടുത്തത് മിരാബിലീസിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു മിരാബിലീസിൻ്റെ മച്ചുറായിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 180 റുപ്പീസാണ് കേട്ടോ. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊന്ന് നല്ല ലീഫൊക്കെ നല്ല ഭംഗിയിലാണ് വരുന്നത്. വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 20 റുപ്പീസാണ് കേട്ടോ. പ്ലാൻസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അടുത്ത ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. ഈ ഒരു വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റാണ് പറയുന്നത്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് റേറ്റ് വരുന്നത് 160 റുപ്പീസാണ് കേട്ടോ. 160 രൂപയാണ് അഗ്ലോണിമ പ്ലാന്റ്സിന്. നിങ്ങൾക്കറിയാലോ, റെഡ് അഗ്ലോണിമയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 60 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണേ. ക്രിപ്റ്റാന്തസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൽ 2 ബേബി ഷൂട്ടൊക്കെ വന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 140 റുപ്പീസാണ് കേട്ടോ. ബേബി ഷൂട്ട് പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ 2 പ്ലാന്റായിട്ട് കിട്ടും. കൊളോക്കേഷ്യയുടെ പ്ലാന്റാണ്. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അടുത്തത് കൊളോക്കേഷ്യയുടെ തന്നെയാണ്, ലൈം ജെക്കോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്, 60 റുപ്പീസാണ്. അടുത്തത് നമ്മുടെ ആന്തൂറിയത്തിൻ്റെ തന്നെ മിനിയേച്ചറാണ്. അപ്പോൾ ഇതിലൊരു 3-4 ഷൂട്ടൊക്കെ ആയിട്ട് നമുക്ക് പിരിച്ച് വെക്കാവുന്ന പ്ലാന്റാണ് കേട്ടോ. 3ആയിട്ടൊക്കെ എന്തായാലും പിരിച്ച് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്, 300 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് റേറ്റ് വരുന്നത് 170 റുപ്പീസാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല സൂര്യപ്രകാശമൊക്കെ കിടന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറായിട്ട് കയറി വരുന്ന പ്ലാന്റാണ്. 170 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിങ്ക് ലെഗസിയാണിത് അഗ്ലോണിമയുടെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അടുത്ത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. 100 രൂപയാണ് റേറ്റ് വരുന്നത്. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒപ്പം നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ. 190 റുപ്പീസാണ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ബിഗോണിയയുടെ ക്യാബേജ് ബിഗോണിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ. ക്യാബേജ് ബിഗോണിയാണ്. അടുത്തത് ഫയർ ക്രാക്കർ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തത് എപ്പീഷ്യയുടെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. റെഡ് ലീഫുമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ.
ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണേ. അടുത്ത ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്കറിയാം ബേർഡ് നെസ്റ്റ് ഫേണിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. 220 റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ ഒരു CC ഡ്വാർഫ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. അടുത്തത് ബാറ്റ് ഫ്ലവർ പ്ലാന്റ് ആണ്. ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ ഈ ഒരു ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. 100 റുപ്പീസാണ്. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന നല്ലൊരു എൻക്വയറി ഉള്ളൊരു പ്ലാന്റാണ്. അടുത്തത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലൊക്കെ കമ്മൽ ചെടി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട്. ഈ ഒറ്റ പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് 120 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. 120 രൂപ. ഇത്രയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. താങ്ക്